നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുട്ടിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. പ്രഗ്നന്റ് ആണെന്ന് എങ്ങനെ കൺഫേം ചെയ്തത്? കുട്ടി പ്രഗ്നന്റ് ഒന്നും അല്ല, ഗർഭിണിയാണെന്ന് ആരാ പറഞ്ഞത്? അത് പിന്നെ ഗർഭിണിയായതിന്റെ യാതൊരു ലക്ഷണവും ഇപ്പോഴും ഇല്ലല്ലോ. അത് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു, പക്ഷെ അത് അബോർഷനായി പോയതാ. ഇയാളിത് ആരോടാ പറയുന്നേ? ഞാനൊരു ഗൈനക്കോളജിസ്റ്റ് ആണെന്നും എന്നോടാണ് ഈ കള്ളത്തരം പറയുന്നതെന്നും ഓർമ്മ വേണം. ഗർഭിണിയാകാതെ അതെങ്ങനെ അബോർഷനാകുന്നത്? കുട്ടി, ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയും. എന്തിനാണ് ഗർഭിണിയായിരുന്നുവെന്നും അത് അബോർഷനായി പോയെന്നും നുണ പറഞ്ഞത്? ചോദിച്ചത് കേട്ടില്ലേ? മറുപടി പറയും. നിങ്ങൾ എന്തിനാണ് ഇങ്ങനൊരു നാടകത്തിന് വേണ്ടി എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്? ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞേ മതിയാകൂ. നിങ്ങളത് പറയുന്നുണ്ടോ? ഇല്ലെങ്കിൽ പ്രഭാവതിയെ ഞാൻ ഇങ്ങോട്ട് വിളിക്കും. അയ്യോ വേണ്ട ഡോക്ടർ, അമ്മയെ ഇപ്പൊ ഇങ്ങോട്ട് വിളിക്കണ്ട. ഇതൊന്നും അമ്മ അറിയണ്ട. അപ്പൊ ഇതൊരു രഹസ്യ ഇടപാടാണല്ലേ? പറയ്, എന്താ നിങ്ങളുടെ ഉദ്ദേശം? പറയാം, എല്ലാം ഞാൻ ഡോക്ടറോട് പറയാം. ഡോക്ടർ, ഞങ്ങളെ സഹായിക്കണം. നിങ്ങൾ കാര്യം പറയേ. ഇവൾക്ക്, എന്റെ അനിയത്തിക്ക് വിപിനെ കല്യാണം കഴിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അവള് വിപിനോട് ആഗ്രഹം പറഞ്ഞപ്പോ അവൻ ഒഴിഞ്ഞു മാറി. അന്നേരം വാശി തോന്നി പല്ലവി അവനെ വിവാഹം കഴിക്കാൻ വേണ്ടിയാ ഗർഭിണിയാണെന്ന് നുണ പറഞ്ഞത്. ആ നുണ ഞാനും വിപിനും ഒഴികെ ഇവിടെ എല്ലാരും വിശ്വസിച്ചിരിക്കുക. അതുകൊണ്ട് ഇവളിപ്പോ ഗർഭിണിയല്ലെന്ന് ഇവിടെ ഉള്ളവരറിഞ്ഞ ഇവളുടെ ഭാവിയെ അത് ബാധിക്കും. ഇവളും വിപിനും തമ്മിലുള്ള കുടുംബജീവിതം അത് ഇവിടെ അവസാനിക്കും. എന്താ കുട്ടി, എന്താ ഈ കാണിച്ചേ? അന്നേരം എനിക്ക് ഇങ്ങനൊരു കള്ളം പറയാതെ യാതൊരു മാർഗവും ഇല്ലായിരുന്നു. എന്റെ വയറ്റില് വിപിൻ സാറിന്റെ കുഞ്ഞ് വളരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാ വിപിൻ സാറ് എന്നെ തന്നെ വിവാഹം കഴിച്ചത്. അല്ലെങ്കിൽ വിപിൻ സാറ് ജാസ്മിനെ വിവാഹം കഴിച്ചേനെ. അതെല്ലാം ഡോക്ടറും കണ്ടതല്ലേ. ദയവ് ചെയ്ത് ഡോക്ടർ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. എനിക്കിങ്ങനൊരു കള്ളത്തരത്തിന് കൂട്ടുനിൽക്കാൻ ഡോക്ടറോട് അപേക്ഷിക്കുന്നത് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഇപ്പൊ ഡോക്ടർ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഇവളുടെ ജീവിതം തന്നെ നശിച്ചു പോവും. ഞങ്ങളെ രക്ഷിക്കണം ഡോക്ടർ. ഡോക്ടർ വിചാരിച്ചാൽ അത് സാധിക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ ഡോക്ടറുടെ കാല് പിടിക്കാം. ഇല്ല, ഞാനത് ചെയ്യില്ല. എന്റെ പ്രൊഫഷന് ചില എത്തിക്സ് ഉണ്ട്. എത്തിക്സിന് നിരക്കാത്തതൊന്നും ഞാൻ ചെയ്യില്ല. ഡോക്ടർ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിന് കൂട്ടു നിൽക്കില്ല. ഞാനിപ്പോ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഈ കുട്ടി ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ നാളെ ഇത് കള്ളമാണെന്ന് തെളിയില്ലേ? അന്നേരം ഞാൻ എന്ത് മറുപടി പറയും? എനിക്ക് പിന്നീട് എങ്ങനെ പ്രഭാവതിയുടെ മുഖത്ത് നോക്കാൻ സാധിക്കും? ഡോക്ടർ, ഡോക്ടർ എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്ത് പറ്റി ജാസ്മിൻ? നീ ആകെ വല്ലാതിരിക്കുകയാണല്ലോ. നിനക്കെന്താ സുഖമില്ലേ? ഏയ്, അസുഖമൊന്നുമില്ല. പിന്നെ എന്താ പറ്റിയത്?
ഡാഡിക്ക് ഒരു ആക്സിഡന്റ് പറ്റി. എന്നിട്ട് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നുമില്ല, ചെറിയ ചെറിയ മുറിവുകളേ ഉള്ളൂ. ജാസ്മിൻ എങ്ങനെയാ ഇപ്പൊ ഇത് അറിഞ്ഞത്? ഡാഡിയുടെ ഒരു ജൂനിയർ എന്നെ വിളിച്ച് പറഞ്ഞതാ. ഞാനിത് അറിഞ്ഞ ഉടനെ ഡാഡി അന്വേഷിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു. ജാസ്മിനെ കണ്ടപ്പോ ഡാഡിയുടെ പിണക്കൊക്കെ മാറിക്കാണു അല്ലേ? ഇല്ല, ഡാഡി അതേ വാശിയിൽ തന്നെയാ. ഞാൻ അന്വേഷിച്ച് ചെന്നതൊന്നും ഡാഡിക്ക് ഇഷ്ടമായില്ല. ഡാഡി എന്നോട് ദേഷ്യപ്പെട്ടു, ഒത്തിരി വഴക്ക് പറഞ്ഞു. അതുകൊണ്ടാണോ ജാസ്മിൻ ആരോടും മിണ്ടാതെ മുറി കയറി വാതിലടച്ചിരുന്നത്? ഒറ്റയ്ക്കിരുന്ന് സങ്കടപ്പെട്ട ജാസ്മിന്റെ വിഷമത്തിന് പരിഹാരം ഉണ്ടാവോ? ആശ്വാസം കിട്ടുമോ? ഇവളിൽ നിന്നും വിശാലിനെ ഒന്ന് തനിച്ച് കിട്ടാൻ വേണ്ടിയാ ഞാൻ ഈ നാടകം പ്ലാൻ ചെയ്തത്. അപ്പത്തെ ഇടയ്ക്ക് കയറി വന്നിരിക്കുന്നു, മാറണം. പാർവതി, നീ പോയി ജാസ്മിനുള്ള ഫുഡൊക്കെ എടുത്തു വെക്ക. ചെല എനിക്കൊന്നും വേണ്ട. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ആഹാരം കഴിക്കണം. അതല്ലാതെ വിഷമിച്ച് നിരാഹാരം അനുഷ്ഠിച്ച് കോലം കെട്ടുപോയാലേ ജാസ്മിനെ കാണുന്നവര് ഞങ്ങളെ കുറ്റം പറയും. വന്നേ, വാ കഴിക്കാം. വാ. ഇരിക്ക് ജാസ്മിൻ. കഴിക്ക് ജാസ്മിൻ. വേണ്ട. മോളെ ജാസ്മിൻ, കഴിക്ക്. വിശാൽ സാറ് ഇവർക്ക് ആഹാരം വാരി കൊടുക്കണം. അതിനുള്ള അടവായിരിക്കരുത്. കഴിക്ക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.